കെട്ടിടം ഇടിഞ്ഞു വീണു. അസ്ഥിരോഗ വിഭാഗത്തിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടം നിലവിൽ ഉപയോഗത്തിലില്ലാത്തതെന്നാണ് വിവരം. അപകട സ്ഥലത്തുകൂടി നടന്നുപോയ സ്ത്രീക്കാണ് പരിക്കേറ്റത്. കെട്ടിടത്തിന് സമീപമുള്ള കഫ്റ്റീരിയയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു സ്ത്രീ അപകടത്തിൽപ്പെട്ടത്. ഒരു കുഞ്ഞിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 3 പേരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം. വലിയ ശബ്ദത്തോടെയായിരുന്നു കെട്ടിടം ഇടിഞ്ഞു വീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പരിശോധന തുടരുകയാണ്. 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട്. ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത്. അപകട വിവരം അറിഞ്ഞ് മന്ത്രി വി വാസവൻ സ്ഥലത്തെത്തി. കെട്ടിടം ഉപയോഗത്തിലുള്ളതല്ലെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു. ഉപയോഗശൂന്യമായ കെട്ടിടമാണ്. വാർഡ് അപ്പുറത്താണ്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണിത്. പുതിയ കെട്ടിടം പണിതു കഴിഞ്ഞു. കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് 2 പേർക്ക് പരിക്കേറ്റതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വെച്ച് നടക്കവെയാണ് മെഡിക്കൽ കോളേജിന്റെ ഈ അപകടം. ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്.